ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതായത് ഇന്നലത്തെ വീഡിയോ ആണേ, പെരുന്നാൾ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയതാണേ, നന്നായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ തക്ബീർ കൊടുക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഇന്നലെ നമ്മൾ ബോഗൺ വില്ലാസൊക്കെ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കുറച്ച് കൊമ്പുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊന്ന് കൈയോടെ ഒന്ന് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഞാൻ ഇന്നലെ ഇട്ട മൈലാഞ്ചിയാണ് കേട്ടോ, അത്യാവശ്യം കളറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതും കൂടി ഒന്ന് ഷെയർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ണൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ മുന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മണ്ണൊരു പാത്രത്തിലാക്കി ഞാൻ വളമൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് നേരെ നട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ മാക്സിമം മണ്ണ് കുറച്ചാണ് നട്ട് കൊടുക്കുന്നത്. നമുക്ക് ബയോബിനിലെ വളമാണ് കേട്ടോ കൂടുതൽ ചേർക്കുന്നത്, അപ്പോൾ വെയിറ്റ് കുറവായിരിക്കുമല്ലോ ചെടിച്ചട്ടിക്ക്. അപ്പോൾ അതാ പുറത്തോട്ടൊന്ന് ഇറങ്ങി വന്നപ്പോൾ ഇത്രത്തോളം അച്ചിങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ചിങ്ങയും പച്ചമുളകൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് വെള്ള മുളകാണ് കേട്ടോ, അധികം എരിവൊന്നുമില്ല. അപ്പോൾ ഞാനപ്പോൾ അങ്ങനെ പഴുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ പറിച്ചെടുത്താണേ. അപ്പോൾ നമുക്ക് ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ അച്ചിങ്ങ. അത് നമ്മൾ നട്ടതുമല്ല, അവിടെ കിടന്ന് മുളച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു കറിക്കുള്ളതായിട്ടുണ്ടല്ലോ. അപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങളിതാ ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്ക് പോകാനായിട്ടാണ്. ഞങ്ങളുടെ എല്ലാ പെരുന്നാളും വീട്ടിലായിരിക്കും കേട്ടോ. രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡും ഒക്കെ വീട്ടിലായിരിക്കും. അപ്പോൾ ആർക്കും ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ. വലിയ പെരുന്നാളിന് അങ്ങനെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. എൻ്റെ അങ്ങനെ നമ്മൾ ഓൾറെഡി മെറ്റീരിയൽ ഇരുന്നത് തയ്ച്ചു എന്ന് മാത്രമേ ഉള്ളൂ, പെരുന്നാളിനായിട്ട് എടുത്തതല്ല. ആലിമിൻ്റെ ആണെങ്കിലും മുന്നത്തെ ഡ്രസ്സാണ് കേട്ടോ, പക്ഷെ ആദ്യമായിട്ടാണ് ഇടുന്നത്. പെരുന്നാളിനായിട്ട് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ചെറിയ പെരുന്നാളിനാണ് മെയിൻലി ഡ്രസ്സൊക്കെ എടുക്കുന്നത്, വലിയ പെരുന്നാളിന് അങ്ങനെ ഡ്രസ്സൊന്നും അങ്ങനെ എടുക്കാറില്ല. പിന്നെ ബന്ധുക്കളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുമല്ലോ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 9:45 കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇപ്പോൾ വാട്സപ്പും ഗ്രൂപ്പ് ചാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കോൾസ് കുറവാണ്, എങ്കിൽ അത്യാവശ്യം വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് വിളിച്ചതിന് ശേഷം ഞാൻ എന്താ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇത് ഉമ്മച്ചി തയ്ച്ചാണേ, ഉമ്മച്ചി അത്യാവശ്യം നന്നായിട്ട് തയ്ക്കോട്ടോ. അപ്പം ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഉമ്മച്ചി തയ്ച്ചു തന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുണ്ടും കുഴിയും ചെളിയൊക്കെ നിറഞ്ഞ റോഡിൽ കൂടി പോവാണ് കേട്ടോ. വേറെ വഴിയില്ല. പിന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റി കറങ്ങി പോകേണ്ടി വരും, നല്ല ദൂരം എടുക്കോട്ടെ അങ്ങനെ പോകാനായിട്ട്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അത്യാവശ്യം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിട്ടുണ്ട്. പിന്നെ ഈ കല്ലൊക്കെ കിടക്കുന്ന കാരണം കുറച്ച് ഡേഞ്ചറാണ്, വീലൊക്കെ അതിൻ്റെ മേളിൽ കൂടി കയറുമ്പോൾ. എന്നാലും വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട്. മുമ്പത്തേനേക്കാൾ ഒരുപാട് ഭേദമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഈ റോഡ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മച്ചി ചിക്കൻ കറി വെക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഉമ്മച്ചിനെ കണ്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് കേട്ടോ ഉമ്മച്ചി. അപ്പോൾ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെ ഞങ്ങൾക്ക് വീട് പണിയാനായിട്ട് നോക്കിയാണ് ഈ 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് നീങ്ങിയത്. അപ്പോൾ ഇതാ ഉമ്മച്ചി ചിക്കൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നെയ്ച്ചോറാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതാ കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ ഇരുന്ന് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവർ വന്നതിന് ഈ ഒരു TV റൂമിലിരുന്ന് എല്ലാം കൂടി ഇരുന്ന് ഭയങ്കര കളിയായിരിക്കും. ഇത് ധൂവാണ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോസിൽ പലപ്പോഴും അവളെ കാണിച്ചിട്ടുണ്ട്. ആങ്ങളുടെ മൂത്ത മോളാണ്. ഇവർ തമ്മിൽ 5 മാസത്തെ വ്യത്യാസമുള്ള കേട്ടോ. പിന്നെ ആഹിൽ ഓൾവേസ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, മൊബൈലിലാണ്. അപ്പോൾ അത് എൻ്റെ വീടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വീട് വാങ്ങിച്ചതാണേ. ഈ വീട് വാങ്ങിച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ സ്പ്രേ പെയിൻ്റൊക്കെ അനിയൻ്റെ ഒരു പ്ലാനാണ് ഇതൊക്കെ പറഞ്ഞ് ചെയ്യിച്ചത്. അപ്പോൾ ഈ വീട് വാങ്ങിച്ചതിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഞങ്ങൾ സ്ഥലമൊക്കെ വാങ്ങിച്ച് വീട് പണിത്. ഞങ്ങൾ വീട് പണിതതാണേ. അപ്പോൾ അതാ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് എൻ്റെ ആങ്ങളയുടെ ഒരു കളക്ഷനാണ് കേട്ടോ, ലൈറ്ററിൻ്റെ കളക്ഷനാണേ. നോക്കി ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ 1-2 പേര് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ റിലേറ്റീവ്സും പിന്നെ അല്ലാത്തവരൊക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ ഒരുപാട് കളക്ഷൻ. ഈ ഇരിക്കുന്ന എല്ലാ ലൈറ്ററാണ് കേട്ടോ, പല പല ഷേപ്പാണെന്നുള്ളൂ. കാണുമ്പോൾ നമുക്ക് മറ്റു പലതായിട്ട് തോന്നും, പക്ഷേ ഇതൊക്കെ ലൈറ്ററാണേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ എടുക്കാട്ടെ. ഇതിങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. മറ്റു പലരും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ ഇത് കുട്ടികളുടെ കളിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അവർ രണ്ടുപേരും പെൺകുട്ടികളായതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ഥാനത്ത് ആൺപിള്ളേരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മളുടെ കയ്യിലൊന്നും ഇങ്ങനെയൊന്നും മര്യാദക്ക് ഇരിക്കില്ല കേട്ടോ. ഇവരുടെ ടോയ്സൊക്കെ നല്ല വൃത്തിക്ക് തന്നെ അടക്കി വെച്ചിട്ടുണ്ട്. പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഡോളാണ് കേട്ടോ കൂടുതലും. അങ്ങനെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പെരുന്നാളിന് പൈസയൊക്കെ കൊടുക്കുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. മിഠായിയും ഒക്കെ കഴിഞ്ഞ് ആദ്യത്തെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിലെ ഇളയ ആളാട്ടോ. അവൾക്ക് 2 വയസ്സ് ആവുന്നേ ഉള്ളൂ. ഇവള് വാപ്പിച്ചിയുടെ ആളാണ്. എൻ്റെ വാപ്പിച്ചിയാണ് കേട്ടോ. അത് വാപ്പിച്ചിയുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. വാപ്പിച്ചിയാണ് ഫുഡ് കൊടുക്കുക. ഇങ്ങനെ ഭയങ്കര കാര്യം കേട്ടോ വാപ്പിച്ചിനെ. ഇതാ 2 പേരും ഇങ്ങനെ ഒരുമിച്ചിരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ.
പിന്നെ ഇവർ കളിക്കാനൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടാ. കളിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നേ, ആൺപിള്ളേർ രണ്ടുപേരും ഇതാ നോക്കിയ ബോളായിട്ട് കളിക്കുന്നു, പെൺപിള്ളേർ രണ്ടുപേരും കളിക്കുന്നു. നോക്കി അവൾ ഒരു ഇല എടുത്ത് ഇങ്ങനെ നമ്മൾ ചമ്മന്തി ഇറക്കുന്ന പോലെ ചെയ്യാം കേട്ടോ. ഇലയതും അതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വ്യത്യാസം കണ്ട ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഫുഡായിട്ടുണ്ട് കേട്ടോ. ഫുഡ് ഉമ്മച്ചിക്ക് ഞാൻ കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയേക്കുന്നത്. ഉമ്മച്ചി കുറേ മസാലയൊക്കെ ഇടും കേട്ടോ. എനിക്ക് അധികം മസാല ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഉമ്മച്ചി ഇടാനിരുന്ന മസാലയൊക്കെ ഞാൻ മാറ്റി എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല, മസാല കുറഞ്ഞുകൊണ്ട്. പക്ഷേ മസാല ആയാലും അധികം ആയാലും ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ അത് നല്ല അടിപൊളി ചോറും കറിയൊക്കെയാണ് കേട്ടോ. ഞങ്ങളപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. നമുക്ക് ഇറച്ചിയൊക്കെ കിട്ടാനുണ്ടായിരുന്നല്ലോ പള്ളിയിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കയ്യോടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് സന്ധ്യയായപ്പോൾ ഞാൻ പോകുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 8 മണിയായപ്പോൾ ക്ലീൻ ചെയ്യാൻ കയറിയിട്ട് 10 മണിയായപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ ബോക്സിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.